വിഷയത്തിലേക്ക് ഇപ്പോൾ വരാം. ഇപ്പം കേരളത്തിൽ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ കുംഭമേള നടക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളിൽ പണ്ട് മുതൽ അവിടെ ഒരു ഇത് നടക്കുന്ന സ്ഥലമായിരുന്നു 12 വർഷത്തും. അതിൽ കൂടി ഇപ്പം ഒരു 5 വർഷമായിട്ട് ഒരു ചെറിയ ചെറിയ തീരുമാനങ്ങൾ മാറ്റി ഇങ്ങനെ കുംഭമേള നടത്താമെന്നൊരു ഇതിലേക്ക് വന്ന് ചേർന്നതാണ്. അല്ലാതെ അവിടെ അങ്ങനൊരു ഇത് പൂർവികരായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അത് സംഭവിച്ചിട്ടില്ല കുംഭമേള കേരളത്തിൽ. അപ്പോൾ ഇപ്പം കുംഭമേള നടക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് പുച്ഛിച്ച് തള്ളുന്നവരുണ്ട്, മുടക്ക് പറഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ കേരളത്തിലെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇത്രയും ദിവസം ഈ പരിപാടി വെച്ചതിന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഇത് പ്രയാഗിൽ ഇത്രയും സൗകര്യമുണ്ടായിട്ടും അവിടെ ഡൽഹിയിൽ ഉണ്ടായ പ്രശ്നം, സന്യാസിമാരെ ഇത് കത്തിയത്, പിന്നെ ജനങ്ങൾ ചവിട്ടിക്കൂട്ടിയിട്ട് അവിടുത്തെ പ്രശ്നങ്ങളുണ്ടായത് എല്ലാവരും കണ്ടതാണ്. പിന്നെ നമ്മൾ ഈ തിരൂര് കുറ്റിപ്പുറം റോഡ് വളരെ മോശമാണ്, ട്രാഫിക് ജാം. പിന്നെ കുടിവെള്ളമാണ് ഭാരതപ്പുഴയിൽ നിന്ന് വരുന്നത്. ആ കുടിവെള്ളത്തിന് തടഞ്ഞു കെട്ടി മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പമ്പ് സെറ്റുകളിൽ കുടിവെള്ളം ഇല്ലാതായി. പിന്നെ കൃഷികൾക്ക് ഇത്രയും ദിവസം കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുകൾ. പിന്നെ എപ്പോൾ വേണമെങ്കിലും അടിയൊഴുക്കുണ്ടായിരിക്കും ഭാരതപ്പുഴയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനല്ല ഒരു കുംഭമേള നടത്തുന്നത്. എല്ലാ സമൂഹത്തിനെയും കൂട്ടിപ്പിടിച്ച് അതിൽ രാഷ്ട്രീയമോ ജാതിയോ ഒന്നുമല്ല കലർത്തേണ്ടത്. അത് മഹാസംഗമമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ സത്യമായ അനുഭവം മറ്റുള്ള ഓരോരുത്തർക്കും എത്തിപ്പെടുക. ഞാൻ പല കുംഭമേള സ്ഥലങ്ങളിലും സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ്, പല യാഗങ്ങളിലും ഞാൻ സന്ദർശിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ യാഗം കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ ദുരന്തങ്ങളിലേക്കും ആ പ്രദേശത്തെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു അയ്യപ്പൻ വിളക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് എത്ര ദിവസം അതിൻ്റെ ശുദ്ധിയിൽ നടക്കണമെന്നറിയാത്തത് കൊണ്ട് ഓരോ പ്രശ്നങ്ങളും ആ ചെയ്ത സ്ഥലത്തുണ്ടാകും. പിന്നെയാണോ ഇത്രയും വലിയ സ്ഥലത്ത് ഇത്രയും വലിയൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ മനുഷ്യന് ഏറ്റവും വലുത് ശ്രദ്ധയാണ് വലുത്. അല്ലാതെ മറ്റുള്ളവരുടെ വലുതോ ചെറുതോ എന്നോ രാഷ്ട്രീയമെന്നോ ചെയ്യുന്നതല്ല. അവിടെ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ എല്ലാ ജനങ്ങളെയും വരാനും പോവാനും അതിൽ നിന്ന് നമ്മൾക്കുണ്ടാകുന്ന ഗുണങ്ങളെ നമ്മൾ ആസ്വദിക്കാനാണ്. അല്ലാതെ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, മറ്റുള്ള പ്രശ്നം, ഈ ദിവസങ്ങൾ ഇത്രയും നീണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിലെന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ നടത്തിപ്പുകാർക്കൊന്നും സംഭവിക്കില്ല. അത് ഗവൺമെൻറ്റിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം അവസാനം വന്നുകൂടുക. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ ഓരോ സന്യാസിമാരും ഓരോ കാലത്ത് അവതാരമായി വന്നിട്ട് കേരളത്തിൽ നിന്ന് തന്നെയല്ല എല്ലാ ട്രസ്റ്റുകളും വന്ന് ജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് എല്ലാം നേടിക്കഴിയുമ്പോൾ പിന്നീട് പണത്തിൻ്റെ കാര്യത്തിലായിട്ടും സന്യാസിമാരെ പിന്നെ കാണാറില്ല. പിന്നെ അത് തന്നെയല്ല, ഇത് ശങ്കരാചാര്യ മഠത്തിൻ്റെയോ ശങ്കരാചാര്യ ട്രസ്റ്റിൻ്റെയോ ഒന്നും അന്ന് കുംഭമേള അവസാനിപ്പിച്ചപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പ്രയാഗിൽ അത് അവസാനിച്ചത്. സ്വാമിമാർക്കൊക്കെ വളരെ വിഷമമുണ്ടായിരുന്നു അന്നത്തെ അവിടുത്തെ ഓരോ പ്രവൃത്തി. കേരളം എന്ന് പറയുന്നത് ഒരു UP അല്ല. കേരളത്തിൽ ഇത്രയും ജനവാസ കേന്ദ്രങ്ങൾ, ഇത്രയും മനുഷ്യരുടെ വാഹനങ്ങൾ, UPയിലൊന്നും ഇത്ര വാഹനങ്ങളൊന്നുമില്ല. അത് കേരളത്തിൽ നിന്ന് പോയ വാഹനങ്ങളാണ് അവിടെ ഇത്രയും ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഇതെല്ലാം മനസ്സിലാക്കാതെ നിങ്ങൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയാതെ സാധാരണക്കാരായിട്ട് ഒരു കുംഭമേള നടത്തണമെന്നാണ് ഏറ്റവും ഭംഗി. അതിന് ആചാര്യന്മാരും ഋഷീശ്വരന്മാരും സപ്തമാതുക്കളും പഞ്ചഭൂതങ്ങളും എല്ലാവരെയും നിങ്ങൾ സഹകരിക്കുമ്പോൾ ഒരു മന്ത്രം കൊണ്ടൊന്നുമല്ല, ലക്ഷക്കണക്കിന് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ദൂരം. അതിനിടയിൽ സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു പൊടി അതിൽ കുത്തിത്തിരിയിട്ടുണ്ടെങ്കിൽ
വളരെ നാശത്തിലേക്ക് അത് പോകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവിടെ ഒരു പിണറായി അല്ല കേരളത്തിലുള്ളത്, മറ്റു കോൺഗ്രസ്സും ഉണ്ട്, കമ്മ്യൂണിസ്റ്റും BJP ഉണ്ട്, എല്ലാ ജനങ്ങൾക്കും ഇത് ബാധിക്കും. അത് നിങ്ങൾ കൂടുതൽ സന്യാസി സമൂഹം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണിത്. സന്യാസി സമൂഹത്തിന് വളരെ വളരെ മോശമായ ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് അവരുടെ ഓരോ സന്യാസിമാരുടെയും പ്രസംഗത്തിലും പ്രഭാഷണത്തിലും നമ്മൾ ഒരു ഭാഗവത സപ്താഹം തന്നെ കേൾക്കാൻ പോയാൽ അറിയാം. അവിടെ വിദ്വേഷമാണ്. ഞാൻ 21 വർഷമായിട്ട് ഈ ഒരു സന്യാസി പരമ്പരകളുമായും മറ്റു ക്ഷേത്രങ്ങളുമായി എല്ലാം ഇടപെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പല ക്ലാസ്സുകളിലും പല സങ്കേതങ്ങളിലും പോയി അവരുടെ ഇപ്പോൾ എനിക്ക് മടുപ്പാണ് എന്ത് പറയുമ്പോൾ. പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ വെച്ച് കളിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതിൻ്റെ ചുറ്റും ഒരു ഭക്ഷണം വിളമ്പുന്ന ആൾ തൊട്ട് കക്കൂസ കഴുകുന്ന ആൾ വരെ അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അത്രയ്ക്കും മഹത്തരമായ കാര്യമാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഓർമ്മയോട് കൂടി ഈ മാമാങ്കം അല്ലെങ്കിൽ കുംഭമേള ഇടപെടുന്ന ഓരോരുത്തരും വിദ്വേഷം കളഞ്ഞ് പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. സമൂഹം എന്ന് പറയുന്നത് ഒരു ജീവിയിലല്ല, പ്രപഞ്ചം എന്ന മഹാശക്തിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ പ്രപഞ്ചത്തിനെ വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ 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 ഇത് ഒരു കൊല്ലത്തേക്കുള്ളതല്ല, ഇത് എത്രയോ വർഷങ്ങൾക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇപ്പം ശബരിമല പ്രശ്നത്തിൻ്റെ തുടക്കം മുതലേ അന്ന് ആ തന്ത്രിനെ ഇതിൽ വെച്ച് പിടിച്ചപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓരോ തെറ്റ് കണ്ടപ്പോൾ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടാത്തത് കൊണ്ടാണ് ഇന്നിത് ഇത്രയും വഷളായത്. അതുപോലെ ഈ സന്യാസി സമൂഹം ഒന്നും കൂടി ശ്രദ്ധിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതെൻ്റെ വാക്കുകളല്ല, ജഗദീശ്വരൻ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ചൽപ്പനമാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ. എന്നെ ആർക്കും അറിയില്ല. ഞാൻ ആനന്ദ നൃത്തം ചെയ്ത് 10 വർഷം മുന്നേ പെയിൻറ്റിങ് ചെയ്ത് ലളിതകലാ അക്കാദമിയിൽ പ്രദർശനം നടത്തിയ വ്യക്തിയാണ്. പ്രളയം വരുമെന്നും സുനാമി വരുമെന്നും എൻ്റെ പെയിൻറ്റിങ്ങിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ വന്ന് ഇത്രയും വലിയ പ്രളയം വന്നിട്ടും എൻ്റെ പെയിൻറ്റിങ് നശിച്ചിട്ടില്ല. 23 രാഷ്ട്രങ്ങളിൽ എൻ്റെ പെയിൻറ്റിങ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഞാനിതിൻ്റെ പൂർവ്വ വിവരങ്ങൾ മുഴുവൻ ഞാൻ ഇതാക്കി തരാം. ഓരോ യാഗത്തിലും നടന്ന സംഭവങ്ങളും ഓരോ ഇതിൽ നടക്കുന്ന സംഭവങ്ങളും എണ്ണി എനിക്കറിയാം, പറയാം. പക്ഷെ ഞാൻ ആരോടും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു സമൂഹത്തിൻ്റെ മറ്റുള്ളവരെ ബലിയാടാക്കരുതെന്നുള്ള ഒറ്റ തീരുമാനം കൊണ്ടാണ് ഞാനിതൊന്നും പുറത്ത് പറയാതെ പോകുന്നത്. എല്ലാ ശ്രമങ്ങളിലും എനിക്കറിയാം. ഞാൻ എല്ലാ ആൾക്കാരായിട്ടും ബന്ധമുണ്ട്. ആലോചിക്കാതെ ഒരു കാര്യവും തീരുമാനിക്കാതെ പ്രപഞ്ചശക്തിക്ക് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുക. ഇത് പിണറായിക്കല്ല വിട്ടുകൊടുക്കേണ്ടത്, പിണറായി ഗവൺമെൻറ്റിനുമല്ല വിട്ടുകൊടുക്കേണ്ടത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.